ഹലോ ഫ്രണ്ട്സ്, ഇത് ലോജിടെക്കിൻ്റെ ഒരു PS2 മൗസാണ്. അപ്പോൾ ഈ മൗസിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, ഡബിൾ ക്ലിക്ക് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. കണ്ടില്ല, ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ ശരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോവുകയാണ്, അതിൻ്റെ സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുകയാണ്. അപ്പോൾ നമുക്ക് ഈ മൗസ് നമുക്ക് വളരെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ മൗസിനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മൗസിന് ഡാമേജസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാലും ഡാമേജ് വന്നാലും അതിനിപ്പോൾ വരുന്നത് ഈ സ്വിച്ചിനാണ് ഡാമേജ് വരുന്നത്. ഒരു 90% ഓഫ് ദി ടൈം ഈ സ്വിച്ചിനായിരിക്കും ഡാമേജ് വരുന്നത്. പിന്നെ കുറച്ച് ചാൻസസ് ഉള്ള ഇതിൻ്റെ വയർ, നമ്മൾ ട്രോളി ചെയർസൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ വയറിൻ്റെ പുറത്തൊക്കെ ട്രോളി കയറിയിട്ട് വയർ ഡാമേജ് വരും. പിന്നെ അതല്ലാതെ വരുന്നത് പിന്നെ അതിൻ്റെ USB പോർട്ട് ഉണ്ടല്ലോ, അതിനും ചെറിയ ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് കൊറോഷൻ കാരണമൊക്കെ അതിനും ചെറിയ ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നമായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് റിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ പുതിയൊരു മൗസ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു പഴയ മൗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പാർട്സ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മൗസ് അങ്ങനെ കണ്ടില്ല, ഈ ലോജിടെക്കിൻ്റെ ഈ മൗസ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, ലൈക്ക് ഏകദേശം 10 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണിത്. ഈ ബട്ടണാണ് ഇപ്പോൾ ഇതിനകത്ത് ഡാമേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ബട്ടണാണ് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു മൾട്ടിമീറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് എല്ലാം ഓക്കെ ആണെങ്കിലേ, ലൈറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്, LEDs എല്ലാം പ്രോപ്പറാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ മോഡൽ നമ്പർ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതൊരു D2FCF7N എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അപ്പോൾ ബേസിക്കലി ഇത് ഒരുപാട് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ മൗസിൻ്റെ ബട്ടൺ വളരെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ലോക്കൽ ഷോപ്സിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ AliExpressൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ലോക്കൽ ഷോപ്സിൽ നിന്ന് തന്നെ ഷോപ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ ചില മൗസൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആണ്. ചില മൗസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ശരിക്കും അറിയാൻ പറ്റും. ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ചിലതൊക്കെ ഷോർട്ട് ലൈഫാണ്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് മൗസാണ്. അപ്പോൾ ഈ ഓരോ മോഡൽ സ്വിച്ചിൻ്റെയും ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ചില സ്വിച്ചസ് 5 മില്യൺ ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാമേജ് വരും. അത് ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മില്യൺ ടൈംസിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, 20 മില്യൺ ടൈംസ്. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ ചിലതൊക്കെ ക്ലിക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ചിലതൊക്കെ സൈലൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ബേസിക്കലി സെയിമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഹൈ എൻഡ് മൗസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അത് ഗെയിമിംഗ് മൗസോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഫഷണൽ മൗസൊക്കെ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള മൗസ് സ്വിച്ചസ് ആയിരിക്കും ആ മൗസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ സ്വിച്ചിൻ്റെ പർട്ടിക്കുലർ മോഡൽ നമ്പർ ഉണ്ട്. ആ മോഡൽ നമ്പർ കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്വിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ കണ്ടില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വിച്ചസാണ് ഈ ചില മൗസുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ട പോലെ 3 ലീഡ്സ് ഉള്ള സ്വിച്ചസ് അല്ല, ഇതൊക്കെ 2 ലീഡ്സ് ഉള്ള സ്വിച്ചസ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ലോജിടെക് M905 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഓക്കെ, അത് അറൗണ്ട് 5000 മുകളിൽ വില വരുന്നൊരു മൗസാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പ്രൊഫഷണൽ ലെവൽ, നമ്മുടെ ലോ എൻഡിലുള്ള മൗസല്ല, കുറച്ച് ഹൈ എൻഡ് മൗസ് വരുമ്പോൾ അതിൽ എന്താ പറയുക, അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൗസ് ബട്ടൺസ് ആയിരിക്കും അതിൽ ഉപയോഗിക്കുന്നത്. കണ്ടില്ല, ഈ മൗസ് തന്നെ ഏകദേശം 10,000 അടുപ്പിച്ച് വിലയുണ്ട്. അപ്പോൾ ആ മൗസിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം അതിൽ നിന്ന് സ്വിച്ച് വാങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. ഞാനൊരു പഴയ മൗസിൽ നിന്ന് ഒരു മൗസ് ബട്ടൺ ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. എന്ന് വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്തതിന് ശേഷം അത് വീണ്ടും പ്രശ്നമാകുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അഴിക്കേണ്ടി വരും, വീണ്ടും വലിയ ജോലിയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയതെന്ന് പറയാം, നമുക്കൊരു മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് മോഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കണ്ടിന്യൂറ്റി മോഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു LED വിത്ത് ബാറ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് മൾട്ടിമീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ. അടുത്ത ഈ സ്വിച്ച് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പിൻ നമ്പർ 1 and 2 കണ്ടില്ലേ, ഈ പിൻ നമ്പർ 1 and 2 നമ്മുടെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് പിന്നെ എന്തിനാണെന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലോ എൻഡ് മൗസിലായി അതിനകത്ത് ഉപയോഗിക്കുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് സ്വിച്ചസ് ആണ്. അതായത് അത് വേറെ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്വിച്ചസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഹൈ എൻഡ് മൗസ് ഉണ്ട്, അതായത് 5000-ൻ്റെയോ 10,000-ൻ്റെയോ ഒക്കെ വില വരുന്ന മൗസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ മൗസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്ന സ്വിച്ചസ് ആയിരിക്കും. 2 ലീഡ്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ, മൂന്നാമതൊരു പിന്നെ അതിലുണ്ടാവത്തില്ല. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫിഗർ ബി കണ്ടില്ലേ, ഈ ഫിഗർ ബിയിൽ നമ്മുടെ പിൻ നമ്പർ 1 അതാണ് 2-നും 3-നും കോമൺ ആയിട്ടുള്ള പിൻ. ഓക്കെ, നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പിൻ നമ്പർ 1-ഉം 3-യും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പിൻ നമ്പർ 1-ഉം 2-ഉം തമ്മിലാവും കണക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചില സർക്യൂട്ട്സ് നമുക്ക് അങ്ങനെ ആവശ്യം വരും. അതായത് പിൻ നമ്പർ 1, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബാറ്ററി ആൻഡ് LED സർക്യൂട്ട് നമ്മുടെ ഈ സ്വിച്ചിൽ പിൻ നമ്പർ 1-ലും 3-ലും നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് LED ഓൺ ആയിരിക്കും. നമ്മൾ എപ്പോൾ പ്രസ് ചെയ്യുന്നു ആ സമയത്ത് LED ഓഫ് ആവും. മറിച്ച് നമ്മൾ പിൻ നമ്പർ 1 and 2 ആണ് ആ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ പ്രസ് ചെയ്യാതിരിക്കുന്നു അപ്പോൾ എന്താ പറയുക, LED ഓൺ ആവത്തില്ല. നമ്മളെപ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നു അപ്പോൾ 1-ഉം 2-ഉം തമ്മിൽ കണക്ഷൻ വരികയും LED ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ ആ സെയിം സർക്യൂട്ടാണ് നമ്മുടെ ഈ മൗസിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ മൗസ് വർക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം സിഗ്നൽ സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിൻ നമ്പർ 1 and 2 മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചില മൗസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിൻ നമ്പർ 1-ഉം 2-ഉം മാത്രമേ എടുക്കത്തുള്ളൂ. പിൻ നമ്പർ 3-ലൊരു സർക്യൂട്ട് അതിനകത്ത് വരച്ചിട്ടുണ്ടാവില്ല, വെറുതെ പ്ലെയിനായിട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ചില മൗസൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൽ പിൻ നമ്പർ 1-ഉം 3-യും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് വെറുതെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 1-ഉം 2-ഉം തമ്മിലാണ്. ഓക്കെ, അതിലാണ് നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് നോക്കേണ്ടത് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിൻ നമ്പർ 1-ഉം 2-ഉം എങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, അതിലൊരു റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ഒരു സൈഡിലേക്കാണ് ഈ ബട്ടൺ വെച്ചേക്കുന്നത്, ഒരു പ്രസ് ചെയ്യേണ്ട ബട്ടൺ. അപ്പോൾ ആ സൈഡിൽ വരുന്ന ഈ 2 ലീഡ്സ് 1 and 2, അതാണ് ഈ 1 and 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ലീഡ്സിലാണ് നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മൗസിൻ്റെ ഈ സ്വിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന് 3 ലീഡ്സാണുള്ളത്. അതിൽ 3 ലീഡ്സിൽ ഈ എൻഡിലുള്ള 2 ലീഡ്സ് ഉണ്ടല്ലോ, അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ PCBയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ് സർക്യൂട്ട് ബോർഡിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ പോർഷൻ, അതായത് മിഡിൽ ലീഡും എൻഡിലുള്ള 2 ലീഡിൽ ഏതെങ്കിലും ഒന്ന് തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൽ കിട്ടേണ്ട വാല്യൂ 0 ആണ്. നമുക്ക് 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല സ്വിച്ച് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 0 to 5 വരെ ആയാലും വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് ആ സ്വിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ മൗസിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സ്വിച്ച് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രമേ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് ഈ 0 എന്നോ അല്ലെങ്കിൽ 5 എന്നൊക്കെ ഉള്ള വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അറൗണ്ട് 3 ഒക്കെയാണ് കിട്ടുന്നത്. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം 1, 2 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ സ്വിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ 5 ആണെങ്കിൽ കൂടി അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്വിച്ചിനെ നമ്മൾ ഡീസോൾഡർ ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മുടെ യൂസബിളായിട്ടുള്ള മൗസിനകത്ത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വർക്ക്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നില്ല ഈ മൗസ്. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൗസാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കുറച്ച് അഭയാർത്ഥികൾ എൻ്റെ മുറിയിലേക്ക് താമസമാവുകയും അവർ നോക്കുമ്പോഴും അവരുടെ കൂടെയുള്ള ഒരു മൗസിനും ഇത്രയും നീളമുള്ള വാൽ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചു നിനക്ക് മാത്രം അതിന് എത്രയും നീളമുള്ള വാലെന്ന് കരുതി അവർ എക്സ്ട്രാ ഉണ്ടായിരുന്ന ആ വാലിനെ അവരങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ മുറിയിലുണ്ടായിരുന്ന കുറച്ച് ബുക്സും എല്ലാം കടിച്ച് നശിപ്പിച്ചിട്ട് അവർ പിന്നെ പോയത്. വാലില്ലാത്ത മൗസിന് എന്തിനു കൊള്ളാമല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ലീഡ്സ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിനകത്ത് കണക്റ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഇളക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഹീറ്റ് ആവുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ മൗസിനെ മാറ്റി വെക്കുമ്പോൾ സ്വിച്ചിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കോപ്പർ പാർട്സൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ കൊറോഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സ്വിച്ച് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി കഴിഞ്ഞാൽ അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ നമ്മൾ പ്രസ് ചെയ്യുന്ന ആ പാർട്ടില്ല വൈറ്റ് കളർ, അത് ഓഫ് സെൻറ്ററിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആ സെൻറ്ററിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത് കണക്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ ഈ പാർട്ട് കണ്ടില്ലേ, ഈ പോർഷനാണ് ശരിക്കും നമ്മൾ മൗസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ സ്വിച്ചിൻ്റെ വൈറ്റ് പോർഷനിൽ ചെന്ന് ടച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുമ്പോഴും ഈ എന്താ പറയുക, ഈ സ്വിച്ചിൻ്റെ വൈറ്റ് പോർഷൻ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ മൗസിലും ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഡീസോൾഡർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്വിച്ചിനെ നമുക്ക് അതിൽ നമ്മുടെ മൗസിലേക്ക് കണക്ട് ചെയ്യാം.
ലെഫ്റ്റ് ബട്ടണോ റൈറ്റ് ബട്ടണോ അല്ലെങ്കിൽ മൗസിൻ്റെ മിഡിൽ ബട്ടണോ ഏത് ബട്ടൺ ഡാമേജ് വന്നാലും നമുക്ക് അതിൻ്റെ സ്വിച്ച് നമുക്ക് സിംപ്ലി ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത മെത്തേഡിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ആ സ്വിച്ച് വാങ്ങാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാനുള്ള സാഹചര്യത്തിലല്ല, അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചിനെ സിംപ്ലി സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല, സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ആ വീഡിയോയുടെ ലിങ്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ താഴെയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ലിങ്ക് തെളിഞ്ഞു വരും. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വിച്ച് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ മൗസ് വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി. നമുക്ക് MS പെയിൻറ്റിനകത്ത് നമുക്ക് ഈ മൗസ് വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ? വരയ്ക്കുന്നതെല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്, ബ്രേക്കൊന്നും വരുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ റൈറ്റ് ക്ലിക്കും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എറൈസർ ബട്ടണാണ്, ജസ്റ്റ് അതും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ പറഞ്ഞില്ല 90% ഓഫ് ദ ടൈം ഈ സ്വിച്ചസ് ആണ് ഈ മൗസിൽ ഡാമേജ് വരുന്നത്. ഇത്രയും ഒരു സിമ്പിൾ പ്രശ്നം കൊണ്ടാണ് നമ്മൾ മൗസ് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ നമുക്കത് ശരിയാക്കി എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നൊരു കൾച്ചറിലേക്ക് നമ്മൾ ഒരിക്കലും പോകാതെ യൂസ് ആൻഡ് റീയൂസ് എന്ന് പറയുന്നൊരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിലൂടെ നമുക്ക് പരിസ്ഥിതിയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഹാപ്പി.